ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ജിതിൻ ലാൽ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ റിവ്യൂ ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രിവ്യൂ ഷോ കഴിഞ്ഞ ശേഷമുള്ള സെൻസറിംഗ് കഴിഞ്ഞ ശേഷമുള്ള ചിത്രത്തിന്റെ ഫസ്റ്റ് റിവ്യൂ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും അതോടൊപ്പം സിനിമാ മേഖലയിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് ചിത്രം കണ്ടിരിക്കുന്നതാണ് പറയുന്നത്. സജി എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ റിവ്യൂ ഒക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ടൊവിനോ തോമസ് 3 വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ എത്തുന്ന ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ. 3 കാലഘട്ടത്തിലൂടെയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. ജിതിൻ ലാൽ തന്നെയാണ് ചിത്രം തിരക്കഥ രചിച്ചിരിക്കുന്നത്. ടൊവിനോ തോമസ്, കുഞ്ഞിക്കേളു, മണിയൻ, അജയൻ തുടങ്ങിയ 3 ക്യാരക്ടറിലായിട്ട് എത്തുമ്പോൾ നായികമാരെത്തുന്നത് 3 പേരാണ്. കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി 3 പേരെത്തുന്നുണ്ട്. ഇവരോടൊപ്പം തന്നെ ബേസിൽ ജോസഫ്, ഹരീഷ് ഉത്തമൻ, മധുബാൽ, രോഹിണി, മാലാ പാർവതി, കബീർ സിംഗ്, ബിജുക്കുട്ടൻ, സുധീഷ് തുടങ്ങിയവരൊക്കെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഓണക്കാലത്ത് തീർച്ചയായിട്ടും തിയേറ്ററിനായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ മികച്ചൊരു ദൃശ്യവിസ്മയം ഒരുക്കുന്ന ചിത്രമായിരിക്കും അജയന്റെ രണ്ടാം മോഷണം എന്നാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ അല്ലെങ്കിൽ സെൻസറിംഗ് കഴിഞ്ഞ ശേഷമുള്ള നമുക്ക് കിട്ടിയ റിവ്യൂ അപ്ഡേറ്റുകളെല്ലാം തന്നെ. ചിത്രത്തിന്റെ പ്രിവ്യൂ കണ്ട ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും അതോടൊപ്പം ടൊവിനോയും ചിത്രത്തിന്റെ ഡയറക്ടറായ ജിതിൻ ലാലൊക്കെ ചിത്രത്തിന് വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ചിത്രം എല്ലാ തരത്തിലുള്ള സിനിമാ പ്രേമികളെ ആസ്വാദനത്തിൽ തൃപ്തിപ്പെടുത്തുന്ന വിധം ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം. എന്നൊക്കെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് കണ്ടാസ്വദിക്കാൻ പറ്റിയ ചിത്രമായിട്ട് മാറുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രം വലിയൊരു വിജയമായിട്ട് മാറ്റുന്ന തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം കിട്ടിയിരിക്കുന്ന പ്രിവ്യൂ ഒക്കെ സത്യമാണെങ്കിൽ ചിത്രം മലയാള സിനിമകളുടെ എക്കാലത്തും വലിയൊരു വിജയമായിട്ട് തന്നെ മാറുന്നതിന് പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു 2-3 മാസമായിട്ട് മലയാളത്തിൽ 100 കോടി ചിത്രങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ വളരെ നാളുകൾക്ക് ശേഷം ഒരുപക്ഷെ ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു 100 കോടി ചിത്രമായിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് നാളെ ടൊവിനോ തോമസ് നായകനായിട്ട് എത്തിയിരിക്കുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.